ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ. ഇത് നിങ്ങൾക്ക് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാ ചിരവിയതെടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ 2 ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളിക്ക് പകരം സവാളയുടെ ഒരു പീസാണെങ്കിൽ അതും ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ലേശം ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് കടലമാവും 1/2 കപ്പ് അരിപ്പൊടി എടുക്കുക കേട്ടോ. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഇനി ഇത് രണ്ടും നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നന്നായി തിളച്ച് വരാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് വരാൻ നേരത്ത് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം പിടിക്കും. ഉപ്പ് തിളച്ച ശേഷം ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അതാ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിൽ വേണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. നെയ്യ് വേണമെങ്കിൽ നെയ്യ് യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ അതാ വെള്ളം നല്ലപോലെ വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കടലമാവും അരിപ്പൊടിയും ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ടിത് നിർത്താതെ ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ അതാ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് നേരം വാട്ടിയെടുക്കുകയൊന്നും വേണ്ട. പൊടി മൊത്തം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ ചൂട്ടിൽ തന്നെ നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ആ വെള്ളത്തിൽ ആ പൊടി ഒന്ന് പാകമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പൊടി മൊത്തത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് നല്ല പത്തിരിക്ക് വാട്ടിയെടുക്കുന്ന പോലെ വാട്ടിയെടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ചുട്ടിയെടുക്കുന്ന സമയത്ത് വിണ്ട് പൊട്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ അതായത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ചൂടൊന്ന് ആറിയ ശേഷം കയ്യിലേക്ക് ലേശം വെളിച്ചെണ്ണയോ നെയ്യോ പുരട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നല്ലപോലെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക. തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു പൊട്ടുപോലും വെള്ളം ചേർക്കാതെ വേണം കേട്ടോ ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ വെള്ളം ഏറിപ്പോവും. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ വേണം നമ്മളിത് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നമ്മൾ മാവൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ വലിയ ബോൾസ് മാവ് എടുത്തിട്ട് ഞാനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നല്ല തിന്നായിട്ട് പരത്താതെ കുറച്ച് തിക്കായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ആ പരത്തിയെടുക്കുന്ന സ്ഥലത്ത് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഇങ്ങനെ പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ബൗളോ അളവായിട്ട് എടുത്തിട്ട് ഒന്നിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അത്യാവശ്യം കുറച്ചൊരു തിക്കിൽ വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. ഒരുപാട് തിന്നായി പോവരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓരോന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, അത്യാവശ്യം ഈ ഒരു കട്ടിക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഓയിൽ നല്ല പോലെ ചൂടായ ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഓരോന്ന് ചുട്ടെടുക്കാവുന്നതാണ്. ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും വെളിച്ചെണ്ണയിലും ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് പൊന്തി വരും കേട്ടോ മേലേക്ക്. നമ്മൾ ഇട്ട് കൊടുത്ത ഒരു 2 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഇത് മേലേക്ക് നല്ല പോലെ പൊന്തി വരും. കണ്ടില്ലേ. അപ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടാവണം കേട്ടോ. അപ്പോഴാണ് നമുക്കിത് പെർഫെക്റ്റായിട്ട് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നന്നായിട്ട് ഇതുപോലെയൊക്കെ പൊന്തി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഒരുപാട് എണ്ണ കുടിക്കില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ലൊരു ക്രിസ്പിയാണ്, ഉള്ളൊരു സോഫ്റ്റാണ് കേട്ടോ. ഇത്രയുള്ള നമ്മുടെ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.